ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഇടിയാപ്പത്തിനും അതുപോലെ തന്നെ പത്തിരിക്കൊക്കെ ഇനി മാവ് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് ആരും വിഷമിക്കേണ്ട കേട്ടോ. വളരെ ഈസി ആയിട്ട് തന്നെ മാവ് കുഴയ്ക്കാണ്ട് കൊണ്ട് കൈ മെനക്കിടാണ്ട് കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇടിയാപ്പം അല്ലെങ്കിൽ അതുപോലെ തന്നെ പത്തിരിയൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇതാ ഇടിയാപ്പം ഉണ്ടാക്കുമ്പോൾ ഇനി സേവനാഴിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഹോട്ടലിൽ നിന്ന് ഫുഡ് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഈ ഒരൊറ്റ പാത്രം നമ്മുടെ കയ്യിലുണ്ടായാൽ മതിയാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇടിയപ്പം ഇനി കുട്ടികൾക്ക് വരയ്ക്കും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ മറക്കാണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാ നമ്മുടെ ഇടിയപ്പം അല്ലെങ്കിൽ പത്തിരിക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ബൗളിൽ ഒരു ബൗൾ അളവിലേക്കാണ് പച്ചരി പൊടിച്ചത്, അതായത് റേഷൻ പച്ചരി പൊടിച്ചതാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതേ ബൗളിൽ തന്നെ 1.5 ബൗൾ അളവിലേക്കാണ് വെള്ളം എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കട്ടകളൊന്നും ഇല്ലാണ്ട് കൊണ്ട് ആദ്യമേ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സാധാരണഗതിയിൽ ഇടിയപ്പത്തിനുള്ള മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ച് കൈ കൊണ്ട് ആ ഒരു ചൂട് ആറുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ കുഴച്ച് സെറ്റാക്കി എടുക്കും. ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതുപോലെ നല്ല രീതിയിൽ മാവ് ബാറ്റർ കൺസിസ്റ്റൻസിയിൽ റെഡിയാക്കിയതിന് ശേഷം നമ്മൾ അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് ആദ്യമേ നല്ല രീതിയിൽ ഫുൾ ഫ്ലെയിമിലാക്കി തന്നെ നമുക്ക് വെച്ച് കൊടുക്കാം. ഇടിയപ്പത്തിനും പത്തിരിക്കും ഈ ഒരു മെത്തേഡിൽ തന്നെ ഇനി നമുക്ക് മാവ് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ ഒരു രീതിയിൽ നമ്മൾ മാവ് കുഴച്ചെടുക്കുമ്പോൾ മാവ് നല്ല പെർഫെക്റ്റ് സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. മാത്രമല്ല കുറച്ച് കൂടുതൽ അളവിൽ ഈ ഒരു രീതിയിൽ നമ്മൾ മാവ് കുഴച്ച് വെക്കുകയാണെങ്കിൽ മാവ് ഡ്രൈ ആവുന്നൊന്നുമില്ല. നല്ല ടൈറ്റ് കണ്ടെയ്നറിൽ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇപ്പോൾ നോമ്പ് കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ വിചാരിച്ച സമയത്ത് ഇടിയപ്പം പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും സഹായിക്കും. അപ്പോൾ ഇതാ നല്ല തിക്ക് കൺസിസ്റ്റൻസി ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഫ്ലെയിം ലോ ആക്കിയിട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റ് സമയം ലോ ഫ്ലെയിമിൽ നമ്മൾ ഇതുപോലെ കൈ വിടാണ്ട് കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മുടെ ബാറ്റർ ഒന്ന് ടൈറ്റ് കൺസിസ്റ്റൻസിക്ക് മാറുന്ന സമയത്ത് കുറച്ചും കൂടെ, അതായത് ഒരു 1/2 ടീസ്പൂൺ അളവിലേക്കും കൂടെ നമുക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പാനിൽ നിന്നും നമ്മുടെ ആ ഒരു മാവ് ഇതുപോലെ നമുക്ക് വിട്ട് കിട്ടും. ഇതാണ് നമുക്ക് നമ്മുടെ മാവിൻ്റെ ഒരു പെർഫെക്റ്റ് കൺസിസ്റ്റൻസി. ഇതുപോലെ നമുക്ക് ആ ഒരു പാനിൽ നിന്നും നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് നമുക്ക് ഉരുട്ടി, അതായത് ആ ഒരു കറക്റ്റ് പരുവത്തിൽ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നല്ല രീതിയിൽ തന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ മാവ് കറക്റ്റായിട്ടൊരു പരുവത്തിൽ നമ്മൾ തിളച്ച വെള്ളമൊക്കെ ഒഴിച്ച് ഏത് രീതിയിലാണ് നമ്മുടെ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കാറ് ആ ഒരു രീതിയിൽ തന്നെ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ മാവ് ഇതുപോലെ ചട്ടിയിൽ നിന്നും മുഴുവനായിട്ടും വിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് നന്നായിട്ടൊന്ന് ആറാൻ വേണ്ടിയിട്ട് ആ ഒരു പാനിൽ തന്നെ നമ്മൾ വെക്കരുത്. ആ ഒരു പാനിൽ നിന്നും നമുക്ക് ആ ഒരു ചൂടോടുകൂടി തന്നെ നമ്മുടെ മാവ് മാറ്റിയിട്ട് വേറൊരു പാത്രത്തിലേക്ക്, നല്ലൊരു ടൈറ്റായിട്ട് ക്ലോസ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു പാത്രത്തിലേക്ക് തന്നെ മാറ്റി വെക്കണം. അപ്പോഴാണ് നമുക്കത് കറക്റ്റായിട്ട് തണുത്ത് കിട്ടുകയുള്ളൂ. അതോടൊപ്പം തന്നെ നമ്മുടെ മാവും ഡ്രൈ ആവാണ്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാൻ മാവ് ഒരു 10 മിനിറ്റ് സമയത്തേക്കൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ലിറ്റിട്ടിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഒരു 10 മിനിറ്റ് സമയം. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് നമ്മുടെ യൂസ് ആൻഡ് ത്രോ പാത്രം, അതായത് ഹോട്ടലിൽ നിന്ന് ഫുഡ് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന പാത്രം നമ്മൾ ഏത് രീതിയിലാണ് ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. സമയം കൊണ്ട് നമ്മുടെ മാവ് നല്ല തണുത്ത് സെറ്റായി വരട്ടെ. അപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ട് ഹോട്ടലിൽ നിന്നൊക്കെ ഫുഡ് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന, അതായത് അച്ചാറും കറികളൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഈ ഒരു കുഞ്ഞു പാത്രമാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് സേവനാഴിയുടെ നമ്മൾ ഇടിയപ്പമൊക്കെ പിഴിയുന്ന ആ ഒരു അച്ചാണ് ഞാൻ വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആ ഒരു കറക്റ്റ് സൈസിൽ നമ്മുടെ ഇടിയപ്പത്തിൻ്റെ ആ ഒരു അച്ചിൻ്റെ കറക്റ്റ് സൈസിൽ വേണം നമുക്ക് അത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മൾ ആദ്യമേ ഒന്ന് സിസേഴ്സ് ഉപയോഗിച്ച് ഇതുപോലൊന്ന് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ഒന്നും കൂടെ നമ്മുടെ ആ ഒരു ഇടിയപ്പത്തിൻ്റെ ചില്ല് വെച്ചിട്ട് നമുക്ക് ഇതുപോലൊന്ന് സൈസ് ചെയ്ത് ലെവൽ ചെയ്ത് വെച്ച് കൊടുക്കാം. അതിന് ശേഷം ഇതുപോലെ സിസേഴ്സ് ഉപയോഗിച്ച് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ കട്ട് ചെയ്ത ആ ഒരു യൂസ് ആൻഡ് ത്രോ പാത്രത്തിൻ്റെ എഡ്ജസൊക്കെ നല്ല ഷാർപ്പായിട്ടിരിക്കും. അത് കൈ കൊണ്ടാൽ നമുക്ക് മുറിയാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നൈഫ് നന്നായിട്ട് ചൂടാക്കിയിട്ട് അതിൻ്റെ എഡ്ജസൊക്കെ നമ്മളൊന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നല്ല ഫൈനായിട്ട് നമുക്ക് ആ ഒരു ചുറ്റുഭാഗം ഉണ്ടാകും. അതുമൂലം തന്നെ നമുക്ക് കൈ കൊള്ളാണ്ട് കൊണ്ട് നല്ല ഫൈനായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും സാധിക്കും. അപ്പോൾ ഞാൻ നൈഫ് നന്നായിട്ട് ചൂടാക്കിയിട്ട് ഇതുപോലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ റെഡിയാക്കിയ ഈ ഒരു യൂസ് ആൻഡ് ത്രോ പാത്രത്തിൻ്റെ ഈ ഒരു ഭാഗം നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. സമയം കൊണ്ട് നമ്മൾ കുഴച്ചെടുത്ത നമ്മുടെ മാവും നല്ല പെർഫെക്റ്റ് ആയിട്ട് സെറ്റായിട്ടുണ്ട്. അതായത് ചൂട് ഇപ്പോഴും ഉണ്ട്, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ ഒരു യൂസ് ആൻഡ് ത്രോ പാത്രം നമ്മൾ ഇതുപോലെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് സേവനാഴി മുഴുവനും ആവിട്ടതിന് ശേഷം അതിൻ്റെ മുകളിലേക്കായിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത ആ ഒരു യൂസ് ആൻഡ് ത്രോ പാത്രത്തിൻ്റെ ഭാഗം വെച്ച് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇടിയാപ്പത്തിനുള്ള മാവ് പിഴിഞ്ഞെടുക്കാം. ഈ ഒരു രീതിയിൽ നമ്മൾ പിഴിഞ്ഞെടുക്കുമ്പോൾ
ഒട്ടും തന്നെ ബാലൻസ് ഇല്ലാണ്ട് കൊണ്ട് നമ്മുടെ ഇടിയാപ്പം മുഴുവനായിട്ടും, അതായത് നമ്മൾ ഉള്ളിലിട്ട മാവ് മുഴുവനായിട്ടും നമുക്ക് പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. മാത്രമല്ല ഈ ഒരു രീതിയിൽ നമ്മൾ മാവ് വാട്ടി കുഴച്ചെടുത്തുകൊണ്ട് തന്നെ നമ്മുടെ നൂൽപുട്ട്, അതായത് ഇടിയപ്പവും നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ട് ഇതുപോലെ നമുക്ക് നൂല് പോലെ കിട്ടുകയും ചെയ്യും. വളരെ ഈസി ആയിട്ട് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഇടിയപ്പം മെത്തേഡാണ്. ഒരു തവണ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. സാധാരണഗതിയിൽ ഇടിയപ്പക്കുഴലിൽ മാവിട്ട് കഴിഞ്ഞാൽ ഒരുപാട് മാവ് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിൽ ബാക്കിയുണ്ടാകും. ഇതുപോലെ യൂസ് ആൻഡ് ത്രോ പാത്രം നമ്മൾ കട്ട് ചെയ്ത് ആ ഒരു ഇടിയപ്പക്കുഴലിൻ്റെ മേലെ നമ്മൾ മാവ് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ വെച്ച് കൊടുക്കുക. ഞാൻ വീഡിയോയിൽ കാണിച്ച പോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു മാവ് പോലും, അതായത് കുറച്ച് പോലും മാവ് വേസ്റ്റ് ആവാണ്ട് കൊണ്ട് മുഴുവനായിട്ടും ഇതുപോലെ നമുക്ക് നൂൽപുട്ട് അല്ലെങ്കിൽ ഇടിയപ്പം പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇടിയപ്പത്തിനുള്ള മാവ് നിങ്ങൾ ഇതുപോലെ ചിരട്ടയിൽ പിഴിഞ്ഞിട്ട് നമ്മുടെ ഇഡ്ഡലി പാത്രത്തിലൊന്ന് ആവി കയറ്റി നോക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ, ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതാ എൻ്റെ ഇടിയപ്പക്കുഴൽ ഞാൻ നിങ്ങൾക്കിപ്പോൾ ഓപ്പൺ ചെയ്ത് കാണിക്കാം. മുഴുവനായിട്ടും നമ്മുടെ മാവ്, അതായത് ഇടിയപ്പത്തിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്ത മുഴുവൻ മാവും നല്ല രീതിയിൽ തന്നെ പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു യൂസ് ആൻഡ് ത്രോ പാത്രം അതുപോലെ കട്ട് ചെയ്തിട്ട് മാവിൻ്റെ മുകളിലായിട്ട് നമ്മൾ വെച്ച് കൊടുത്തത്. ഒരുപാട് പേർക്ക് വളരെയധികം പ്രയോജനകരമായിട്ടുള്ളൊരു ടിപ്പാണ്. സാധാരണഗതിയിൽ ഇടിയപ്പത്തിന് മാവ് ഇട്ട് കൊടുത്തിട്ട് അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് ഒരുപാട് മാവ് അതിൻ്റെ ഉള്ളിൽ ബാക്കി വരാറുണ്ട്. ഇപ്പോൾ എനിക്ക് ആ ഒരു പ്രശ്നമില്ല കേട്ടോ. ഉറപ്പായിട്ടും നിങ്ങളും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നമുക്ക് സേവനാഴി ഇല്ലാണ്ട് കൊണ്ട്, അതായത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഈ ഒരു നൂൽപുട്ട് ചെറുപ്പക്കാർക്ക് വരയ്ക്കും വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മെത്തേഡ് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇടിയപ്പത്തിന് വേണ്ടിയിട്ട് കുഴച്ച് വെച്ച മാവ് ഇതുപോലൊന്ന് ഉരുളകളാക്കിയതിന് ശേഷം ചീസ് ഗ്രേറ്റർ ആണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ചീസ് ഗ്രേറ്റർ എടുത്ത് നല്ല രീതിയിൽ നമ്മൾ ഇതുപോലൊന്ന് പ്രസ് ചെയ്ത് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല നൂല് പോലുള്ള നൂൽപുട്ട് അല്ലെങ്കിൽ ഇടിയപ്പം നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നമ്മൾ സേവനാഴിയിൽ പിഴിയുമ്പോൾ നല്ല നൂല് പോലെ ഒരുപാട് നീളത്തിൽ നമുക്ക് നൂൽപുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പക്ഷേ ഇതുപോലെ ചീസ് ഗ്രേറ്ററിൽ നമുക്ക് മുറിഞ്ഞ്, അതായത് നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ തന്നെ മനസ്സിലാകും, ഈ ഒരു രീതിയിലായിരിക്കും നൂൽപുട്ട് അല്ലെങ്കിൽ ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക. പക്ഷേ ചെറുപ്പക്കാർക്കൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു മെത്തേഡാണ് ഇത്. ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് നോക്കിയാൽ ഞാനത് വേവിച്ചും കൂടെ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു നൂല് പോലെ പൊട്ടാണ്ട് കൊണ്ട് കിട്ടിയിട്ടില്ലെങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നൂൽപുട്ട് പെട്ടെന്നൊക്കെ കഴിക്കണം എന്ന ആഗ്രഹമുള്ളവരാണെങ്കിൽ ഇടിയപ്പം ഈ ഒരു രീതിയിൽ ചീസ് ഗ്രേറ്ററിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി ചീസ് ഗ്രേറ്ററും സേവനാഴിയും ഒന്നുമില്ലെങ്കിലും ഇതുപോലൊരു ഓയിൽ കവർ അല്ലെങ്കിൽ നമ്മൾ ആട്ടപ്പൊടിയൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന കവറൊക്കെ ഉണ്ടെങ്കിൽ അത് കളയാണ്ട് കൊണ്ട് നമ്മൾ എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഞാനിവിടെ ഓയിൽ കവറാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഇടിയപ്പത്തിനുള്ള മാവ് ഞാൻ ഇതുപോലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് നല്ല രീതിയിൽ ഹോൾസ്, ഞാനിവിടെ ടൂത്ത് പിക്ക് ഉപയോഗിച്ചാണ് ഹോൾസ് ഇട്ട് കൊടുക്കുന്നത്. ടൂത്ത് പിക്ക് ഉപയോഗിച്ച് ഹോൾസ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു നൂല് പരുവത്തിൽ നമ്മൾ സേവനാഴിയിൽ എങ്ങനെയാണോ നൂൽപുട്ട് ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഓയിൽ കവർ ഉപയോഗിച്ചിട്ടും നമുക്ക് കൈ മെനക്കെടാണ്ട് കൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. എനിക്ക് സേവനാഴി അതുപോലെ തന്നെ ചീസ് ഗ്രേറ്ററിലൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ എളുപ്പമായിട്ടുള്ളത് ഇതുപോലെ ഓയിൽ കവറിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതാ ഇതുപോലെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഹോൾസ് നമ്മുടെ ടൂത്ത് പിക്ക് ഉപയോഗിച്ച് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ പ്രസ് ചെയ്ത് എടുക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ സേവനാഴിയിൽ നമ്മൾ പിഴിയുമ്പോൾ എങ്ങനെയാണോ ആ ഒരു നൂൽപുട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ലൈവായിട്ട് കാണാം. ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ അതാ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇഡ്ഡലി തട്ടാണ് എടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ പഴമൊക്കെ പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ആ ഒരു തട്ടാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഇതുപോലെ ഓയിൽ കവർ നല്ല രീതിയിൽ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് കാണാം. നന്നായിട്ട് തന്നെ നമ്മുടെ സേവനാഴിയിൽ പിഴിയുന്നതിനേക്കാളും ഈസി ആയിട്ട് തന്നെ നമുക്ക് നൂൽപുട്ട് ഇതുപോലെ ഇടിയപ്പം പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. മിനിറ്റുകൾ കൊണ്ട് കുട്ടികളുടെ കയ്യിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ കൂടെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇടിയപ്പം ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നിങ്ങൾക്ക് തന്നെ അത് കാണാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ ഇനി ബാച്ചിലേഴ്സിനാണെങ്കിലും ഹോസ്റ്റലിലൊക്കെ സ്റ്റേ ചെയ്ത് പഠിക്കുന്ന പിള്ളേർക്കാണെങ്കിലും പെട്ടെന്നൊന്ന് ഇടിയാപ്പം കഴിക്കണം എന്ന് തോന്നുന്ന പിള്ളേരാണെങ്കിലും ഇതുപോലെ വളരെ ഈസി ആയിട്ട് സേവനാഴി ഇല്ലെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ അതാ നമ്മൾ നമ്മുടെ ഓയിൽ കവറിനകത്തോട്ട് ഇട്ടിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നൂൽപുട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് കാണാൻ വേണ്ടിയിട്ട് കഴിയും. ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി വളരെ എളുപ്പത്തിൽ സേവനാഴി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇതുപോലെ ചീസ് ഗ്രേറ്ററിലും ഓയിൽ കവറിലൊക്കെ ആയിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ ആർക്ക് വേണമെങ്കിലും നൂൽപുട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കൂടെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. മാത്രമല്ല നല്ല കുറേ വീഡിയോസ് നമ്മുടെ ചാനൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ അതും കൂടെ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്.